welcome back to my channel. Today video is how to manage the time. എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് എക്സാം ടൈമിൽ ഈ ടൈം മാനേജ്മെന്റ് എന്നൊരു കാര്യം അറിയാത്തത് കൊണ്ട് എക്സാമിന് മാർക്ക് പോകുന്നത്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയായിരിക്കും, അതായത് ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയായിരുന്നു. എക്സാം ഹാളിൽ നിന്ന് തിരിച്ചു പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറിയായിരുന്നു, പക്ഷെ സമയം കിട്ടാത്തതുകൊണ്ട് എഴുതാൻ പറ്റിയില്ല. ഈ ഒറ്റ കാര്യം ഞാനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിനോട്. പിന്നീടാണ് ഞാൻ ഈ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന കാര്യം മനസ്സിലാക്കിയത്. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ പലവരും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട്. ഞാൻ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചത്. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ടൈം എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ എന്തായാലും അവസാനം വരെ കാണുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ ലെറ്റ്സ് ഗോ. യെസ് ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തിങ് ഈസ് കൂൾ ഓഫ് ടൈം. യെസ് ഗൈസ്, നമുക്ക് 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. സോ നമ്മൾ ഈ ടൈമിൽ ചെയ്യേണ്ടത് വൺ വേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ അതിൻ്റെയൊക്കെ, അതായത് ഈ സബ്ജക്റ്റിലൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ ആ ഒരു ടൈമിൽ നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്തുക. സോ ഈ ഒരു ടൈമിൽ ആൻസേഴ്സ് കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഇനിയിപ്പോൾ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് ഒരുപാട് പാസേജ് ഉണ്ടാവും. സോ അതൊക്കെ വായിച്ച് ആൻസറൊക്കെ കണ്ടെത്തിയിരിക്കുക. സോ ഈ കാര്യങ്ങളാണ് മെയിൻലി കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത്. ചോദ്യങ്ങൾ വായിക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. എഴുതാൻ നിൽക്കരുത്. ഓക്കെ, ഞാൻ ഫോണിൽ കാര്യങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, അതാട്ടോ ഫോൺ എടുത്തത്. ദെൻ കാൽക്കുലേഷൻ. യെസ് ഗൈസ്, നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ലാംഗ്വേജ് ആണെങ്കിൽ 40 മാർക്സും അതുപോലെ സബ്ജക്റ്റ് ആണെങ്കിൽ 80 മാർക്സും ആയിരിക്കും ഉണ്ടാവുക. സോ ഇതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് ടൈം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, അതായത് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് വെക്കുക. സോ നോക്കുകയാണെങ്കിൽ നമുക്ക് 1 ക്വസ്റ്റ്യൻ, അതായത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നമ്മൾ ഒരു മാക്സിമം 2 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. ഇതിന് കൂടുതൽ നമ്മൾ എടുക്കരുത്. കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പണി കിട്ടും. ആ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. സോ 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ 2 മിനിറ്റ്സ് എടുക്കുക, 3 മാർക്ക് ക്വസ്റ്റ്യൻ 5 മിനിറ്റ്സ് എടുക്കുക, 5 മാർക്ക് ക്വസ്റ്റ്യൻ 9 മിനിറ്റ്സ് എടുക്കുക, 6 മാർക്ക് ക്വസ്റ്റ്യൻ 10 മിനിറ്റ്സ് എടുക്കുക, 7 മാർക്ക് ക്വസ്റ്റ്യൻ 12 മിനിറ്റ്സ് എടുക്കുക. അതായത് നിങ്ങൾ ടൈമർ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്യണം എന്നല്ല, പക്ഷേ ഇതൊന്ന് നിങ്ങൾ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ടൈം മാനേജ്മെൻറ്റ്, അതായത് ഈ ടൈമിൻ്റെ പ്രശ്നം വരാൻ പോകുന്നില്ല. അപ്പോൾ മെയിൻലി നിങ്ങൾ എക്സാം ഹാളിൽ പോകുന്ന ടൈമിൽ കയ്യിലൊരു വാച്ച് മസ്റ്റ് ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടൈം മാനേജ്മെൻ്റ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഈ ഒരു ടൈം ഒന്ന് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഗൈസ്, ചെക്കിംഗ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5 to 10 മിനിറ്റ്സ് വരെ നമുക്ക് ചെക്ക് ചെയ്യാൻ ടൈം കിട്ടും. ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമിന് നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഫോർമാറ്റ്, കാൽക്കുലേഷൻ, ഫൈനൽ ആൻസർ, മിസ്ഡ് ക്വസ്റ്റ്യൻസ്, യൂണിറ്റ്സ്, അണ്ടർലൈൻ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. ഞാൻ മെയിൻലി നമ്മളൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ മറന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ തിരക്കിൻ്റെ ഇടയിൽ കാര്യങ്ങൾ മറന്നിട്ടുണ്ടാവാം. സോ നിങ്ങൾ 5 to 10 മിനിറ്റ്സ് കിട്ടുന്ന ആ ഒരു ടൈമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോകത്തില്ല. കാരണം മറന്ന കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ടൈം മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചെക്ക് ടൈം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ എഴുതിയിട്ട് പേപ്പർ കൊടുക്കേണ്ട ഒരവസ്ഥ വരും. സോ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Love you guys.